ബേസിക്കലി ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. പക്ഷെ സത്യം പറയാലോ, എനിക്ക് വീട്ടിലെ ക്രിസ്മസ് സ്റ്റാർ തൂക്കാനുള്ള കഴിവും കൂടെ ഇല്ല. പക്ഷെ എൻ്റെ വീട്ടുകാരനെ കാണുന്നത് തോമസ് കി കല്ലിങ്ങലായിട്ടല്ല, തോമസ് ആൽവ എഡിസൺ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും സാധനം കേടായി കഴിഞ്ഞാൽ ഞാൻ സ്ഥിരം കേൾക്കുന്ന ഒരു ഡയലോഗാണ്, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിൻ ഉള്ളപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ആളെ വിളിക്കേണ്ട ആവശ്യമുണ്ടോന്ന്. ഇത് കേട്ട് കേട്ട് ഞാൻ മടുത്തു. അവസാനം ഞാൻ വീട്ടിലെ സാധനങ്ങൾ നന്നാക്കാൻ തുടങ്ങി. ആദ്യം വീട്ടിലെ മിക്സിക്കായിരുന്നു കംപ്ലയിൻറ്റ്. അപ്പോൾ ഇതിനകത്ത് സാധനം ഇട്ട് കഴിഞ്ഞാൽ കിടന്ന് കറങ്ങി സാധനം പുറത്തോട്ട് കറിക്കണമെന്നുള്ളായിരുന്നു കംപ്ലയിൻറ്റ്. അപ്പോൾ ഞാൻ ഈ യൂട്യൂബൊക്കെ നോക്കി ഈ സാധനം ശരിയാക്കാൻ തുടങ്ങി. അവസാനം എൻ്റെ പ്രശ്നം സോൾവ് ആക്കി. അപ്പോൾ മിക്സി കറങ്ങിയാലേ സാധനം പുറത്തോട്ട് കറിക്കുള്ളൂ. എന്താണെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം കേടായി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ സ്റ്റോർ റൂമിൽ കൊണ്ടിടും, എനിക്ക് നന്നാക്കി പഠിക്കാനെന്നും പറഞ്ഞു. ബേസിക്കലി ഞാനാണ് ഞങ്ങളുടെ വീട്ടിലെ ആക്രി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറയാലോ, എനിക്ക് ഫേസും ന്യൂട്രലും തമ്മിലുള്ള വ്യത്യാസം പോലും അറിയാൻ പാടില്ല. പക്ഷേ എൻ്റെ വീട്ടുകാർ പറയുന്നത് ഞാൻ വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് ശരിയാവാത്തതെന്നും പറഞ്ഞ് എന്നെ പിടിച്ച് ഹോസ്റ്റലിലാക്കി. അപ്പോൾ എൻ്റെ അച്ഛനോട്ട് എന്നെ ഹോസ്റ്റലിൽ കൊണ്ടേ ചേർക്കാൻ കൊണ്ടുപോയത്. അപ്പോൾ എൻ്റെ റൂമേനെ കണ്ട വഴി എൻ്റെ അച്ഛനോട് പറയുകയാണ്, എന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, എടാ കഞ്ചാവിലേക്കൊന്നും പോയി ചാടിയേക്കല്ലോ. ഇതവൻ കേട്ടു. അവൻ അപ്പം തന്നെ അച്ഛനോട് പറഞ്ഞു, അങ്കിൾ പേടിക്കണ്ട, കഞ്ചാവിനൊക്കെ ഒടുക്കത്തെ വിലയാണ്. അതിനുശേഷം എൻ്റെ വീട്ടുകാരെനിക്ക് പോക്കറ്റ് മണി അയച്ചിട്ടുള്ള ചോദിച്ചാൽ ഒടുക്കത്തെ പുച്ഛവും ഒരു പഞ്ച് ഡയലോഗും. നിൻ്റെയൊക്കെ പ്രായത്തിൽ ഞാൻ പണിക്ക് പോയ പൈസ ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്. അത് ഞാനിപ്പോൾ എന്നെ വേണ്ടേ, അച്ഛൻ 12 പൊട്ടിയതല്ല അച്ഛന് പണിക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഞാൻ ജയിച്ചതും തെറ്റായോ? എന്താണെങ്കിലും ഈ ഹോസ്റ്റലിൽ ഇത്രയ്ക്ക് പൈസയ്ക്ക് ആവശ്യം വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഹോസ്റ്റലിൽ 1-2 ഓസന്മാരുണ്ട്. അവർ പൈസ മേടിച്ചാൽ തിരിച്ചു തരില്ലാന്നേ. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ അവരോട് ചൂടായി, എടാ നീ എൻ്റെ മേടിച്ച പൈസ നാളെയെങ്കിലും തന്നില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറുന്നു പറഞ്ഞാൽ പറയാം, അങ്ങനെയെങ്കിലും എൻ്റെ സ്വഭാവം നന്നാവട്ടെ എന്ന്. എന്താണെങ്കിലും പക്ഷേ ഈ ഹോസ്റ്റൽ വേറെ ലോകാട്ടോ. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സാമിൻ്റെ തലേദിവസം വരെ ഒറ്റ എടുത്ത് എക്സാമിനെ പറ്റി ഒരു അക്ഷരം മിണ്ടത്തില്ല. പക്ഷേ എക്സാമിന് തലേദിവസം ഒരു പഠനമുണ്ട്, പെറ്റ തള്ള സഹിക്കത്തില്ല. ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, നമ്മൾ ഈ എക്സാമിന് തലേദിവസം പഠിക്കുന്ന പഠിത്തത്തിൻ്റെ ഒരു പകുതി പഠിത്തം അതിന് 2 ദിവസം മുമ്പ് പഠിച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടില്ലേന്ന്. പക്ഷേ ഇല്ല, അന്നൊക്കെ നമുക്ക് സീരിയസ് ആയിട്ടിരുന്ന് സീരീസ് കാണാനുള്ളതാണ്. പക്ഷേ കേട്ടിട്ടില്ല, ഓക്കെ. പക്ഷേ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മിക്ക ടീച്ചേഴ്സും ഇപ്പം ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ക്ലാസ്സൊക്കെ തുടങ്ങി ആദ്യത്തെ ഒരു മാസം വളരെ കൂളായിട്ട് ഒരു മോഡ്യൂളൊക്കെ തീർക്കും. പക്ഷേ എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൻ്റെ ചിലപ്പോൾ ഒരു മോഡ്യൂൾ തീർത്തുന്നിരിക്കും. ഞങ്ങളുടെ കോളേജിൽ ഇപ്പോൾ അതുമില്ല, ഒരു PDF അങ്ങ് അയച്ചു തരും, മോഡ്യൂൾ 5 തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കടാന്നുള്ള ലൈനാണ്. എന്തായാലും നമ്മൾ ഇതൊരുമാതിരി മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ആഡ് പോലെയാണ്. ആദ്യം വളരെ കൂളായിട്ട് കളിച്ചിരിച്ച് അതിൻ്റെ ഗുണങ്ങളൊക്കെ പറയും, എന്നിട്ട് 2x സ്പീഡിലിട്ടിട്ട് മ്യൂച്വൽ ഫണ്ട്സ് ആർ സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക്, നിങ്ങളുടെ പൈസ എന്താണെങ്കിലും പോകുന്ന ദോഷങ്ങളും പറഞ്ഞു പോകും. എന്തായാലും നമ്മൾ എഞ്ചിനീയേഴ്സ് ആണല്ലോ, അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് രാത്രി ഉറക്കോളിച്ചിരുന്ന് പഠിച്ച് പാസ്സാവാൻ നോക്കും. പക്ഷേ ഞാൻ വേറെ ലോകന്മാരെ കണ്ടിട്ടുണ്ട്, അവന്മാർ തലേദിവസം രാത്രി കഷ്ടപ്പെട്ട് ഉറക്കോളിച്ചിരുന്ന് പഠിക്കും, എന്നിട്ട് പിറ്റേ ദിവസം എക്സാം ഹാളിൽ കിടന്നു തുടങ്ങും. പക്ഷേ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ എക്സാം ഹാളിൽ ഇങ്ങനെ തുണ്ട് വെച്ചിരുന്ന് എഴുതി പാസ്സാവാൻ നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഇവൻ പുറത്തോട്ട് ഇറങ്ങാൻ നേരത്ത് എൻ്റെ പോക്കറ്റിൽ നിന്ന് അറിയാണ്ട് തുണ്ട് ആഴ്ചാടിപ്പോയി. പിന്നെ ചവിട്ടി പിടിച്ച് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നടത്തുന്നുണ്ട് ഇങ്ങനെ. ടീച്ചർ ചോദിച്ചാൽ എന്താ പുഷ്പം അളിക്കണം, ടീച്ചർ കാല ആക്സിഡൻറ്റ് ആയതാണെന്നൊക്കെ. എന്താണെങ്കിലും വേറൊത്തിൻ്റെ അവസ്ഥ ഓർത്തിട്ടാണ് എനിക്ക് സഹതാപം തോന്നിപ്പോയത്. കാരണം ഇവൻ എന്നോട് ആൻസർ ചോദിച്ചു. ഞാനോട് പറഞ്ഞു, എടാ നീ എൻ്റെ നോക്കി എഴുതി കഴിഞ്ഞാൽ നിൻ്റെ ഉള്ള മാർക്ക് പോകാനേ സാധ്യതയുള്ളൂ. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് അതേപടി ആൻസറായിട്ട് എഴുതുന്ന ഒരാളാണ് ഞാൻ. എന്താണെങ്കിലും ഞാൻ ഇങ്ങനെ, പക്ഷേ എൻ്റെ ക്ലാസ്സിലുള്ള വേറെ 2 ഒരിങ്ങനെ ഒരുപോലെ കോപ്പി അടിച്ച് പാസ്സാവാൻ നോക്കി. ടീച്ചർ എക്സാം പേപ്പർ ചെക്ക് ചെയ്യാൻ നേരത്തെ പിടിച്ച്, എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് 2 പേർക്കും എങ്ങനെയാടാ സെയിം ആൻസർ കിട്ടണേ? ടീച്ചറെ ഒരേ ബുക്കിൽ നിന്ന് പഠിച്ചതുകൊണ്ടാണോ? അവിടെ 2 പേരും പൊട്ടത്തെറ്റ് ഒരേപോലെ സെയിം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് എഴുതണേ? മനപ്പുറത്തായിരിക്കും മിസ്, പറഞ്ഞതിനൊരു ന്യായം വേണ്ടേ? എന്താണെങ്കിലും എനിക്ക് ഈ എക്സാമിന് മാർക്ക് വരണമെന്നും വലിയ പ്രശ്നമല്ല. പക്ഷേ ഇത് ഇങ്ങനൊരു സാധനമുണ്ട്, PTA മീറ്റിംഗ് ഞങ്ങളുടെ കോളേജിലുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കോളേജിൽ PTA മീറ്റിംഗിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എൻ്റെ കഴിഞ്ഞ PTA മീറ്റിംഗിൽ എൻ്റെ ക്ലാസ് ടീച്ചർ പഠിപ്പിക്കുന്ന വിഷയത്തിന് എനിക്ക് C ഗ്രേഡ് കിട്ടിയെന്ന് പറഞ്ഞ് ടീച്ചറിൻ്റെ അച്ഛൻ്റെ മുമ്പിൽ എന്നെ D ഗ്രേഡ് ചെയ്തു. എന്താണെങ്കിലും ഞങ്ങളുടെ കോളേജിൽ ഇപ്പോൾ ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഒക്കെ സമയം കേട്ടോ. അപ്പോൾ 1-2 കമ്പനിയുടെ വന്നു. പക്ഷേ എനിക്ക് ഈ ഇംഗ്ലീഷ് വീക്കാതെ കാരണം ഇൻ്റർവ്യൂവിൽ പോവുക. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ നമ്മളിനി സംസാരിക്കുന്നെങ്കിൽ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാവുള്ളൂ. 3 ദിവസം എൻ്റെ വീട്ടിൽ മൗനവ്രതമായിരുന്നു. എന്താണെങ്കിലും അവസാനം എനിക്കൊരു കമ്പനി പ്ലേസ്മെൻറ്റ് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു കമ്പനി പ്ലേസ്മെൻ്റ് ഒക്കെ കിട്ടി. അപ്പോൾ അച്ഛൻ ചോദിച്ചു, ഇപ്പോൾ ഒരു ഐഫോണിന് എന്ത് വരും? ഞാൻ പറഞ്ഞു, ഒരു 40-50 ഒക്കെ ആണെങ്കിൽ നമുക്കൊരു പഴയ മോഡൽ കിട്ടും, എന്നാൽ അത് ഓർമ്മ നോക്കിക്കോ. ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഇപ്പം എനിക്ക് ജോലിയൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം പൈസ കൊണ്ട് വാങ്ങിക്കോളാം. അതിന് നിനക്ക് വാങ്ങാനല്ല, എനിക്ക് വാങ്ങിത്തരാം, നിനക്കിപ്പോൾ ജോലിയൊക്കെ ആയില്ലേന്ന്. അന്നേരമാണ് എൻ്റെ ഒരു സീനിയറിനോട് പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വീട്ടൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര വിഷമമായിരിക്കും, കാരണം ഇനി പണിയെടുത്ത് തിന്നേണ്ടവരല്ലോ എന്ന് ഓർത്തിട്ട്. എന്താണെങ്കിലും എൻ്റെ സീനിയറിൻ്റെ വിഷമം മാറ്റാൻ വേണ്ടി എന്നോട് കാര്യം കൂടെ പറഞ്ഞിരുന്നു, നമ്മുടെ കൂടെ പഠിച്ച ഫ്രണ്ട്സിനെയും അവരുടെ കൂടെയുള്ള നമ്മുടെ ഓർമ്മകൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന്. എങ്ങനെ മറക്കാനാ, അമ്മ ഇതുവരെ മേടിച്ച പൈസ തിരിച്ചു തന്നിട്ടില്ല. തോമസ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല സ്ക്രിപ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, ചേട്ടന്മാരോട് ചോദിക്കാം. രമേശ് ചേട്ടാ. തോമസേ, നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു, നല്ല രസമായിരുന്നു. തോമസ് അത് ചുമ്മാ പറഞ്ഞു കളയുക. അതായത് ചില അവാർഡ് നൈറ്റിന്റെ ഒക്കെ തലേന്ന് നടിയും ഗ്രൂപ്പ് ഡാൻസേഴ്സും ഒക്കെ കൊടുത്ത് ഡാൻസ് റിഹേഴ്സൽ ചെയ്യും.
ആ റിഹേഴ്സൽ ചെയ്യുമ്പോൾ ഇവര് കളിക്കുന്ന ബലത്തിലൊന്നും കളിക്കത്തില്ല, ചുമ്മാ 1 2 3 4 1 2 3 ഇങ്ങനെ ഇതാണ് നാളത്തെ മെയിൻ ഡാൻസ് ആയിട്ട് കളിക്കുന്നത്. ഇത് അതുപോലെ ആ മെയിൻ ഡാൻസ് കളിക്കേണ്ട സാധനത്തിന്റെ റിഹേഴ്സൽ ചെയ്തപോലെ ഞാൻ അച്ഛനോട് പറഞ്ഞു. നമ്മൾ 3 ദിവസം ഇംഗ്ലീഷ് 3 ദിവസം ഞങ്ങൾ മനോഹരതായിരുന്നു. പിന്നെ അത് ഇങ്ങനെ ഓടിപ്പോവാ, കുറേ നല്ല തമാശകള് വെടിയും പോകുമ്പോൾ പറഞ്ഞു പോകായിരുന്നു. അതിനെല്ലാം കൃത്യമായി ബിൽഡപ്പ്, വേണ്ട സ്ഥലത്ത് ബിൽഡപ്പും നിർത്തേണ്ട അടുത്ത് നിർത്തിയും അതിനകത്തെ തമാശ എന്താണോ അത് കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞ് വിളമ്പി വെച്ചിരുന്നെങ്കിൽ സൂപ്പറായനെ. അത്ര നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു. ഇനി നമുക്കൊന്ന് നമ്മുടെ പറച്ചിലിന്റെ വേഗവും താളവും സ്പീഡും ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് അതിനകത്തും കൂടെ ഒരു കാര്യമുണ്ട്. ഈ വിറ്റ് കണ്ടുപിടിക്കുക, വിറ്റ് പറയുക. ഇപ്പൊ താനിപ്പോ ചെയ്തത് സത്യത്തിൽ തമാശ പറയുകയാണ്. നമ്മൾ പാട്ട് പാടി തമാശ പറഞ്ഞു എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഇവിടെ നമ്മൾ തമാശ അവതരിപ്പിക്കണം. തമാശ ഒന്ന് ഭംഗിയായിട്ട് ഒന്ന് വിളമ്പണം. ആ വിളമ്പലില്ലായിരുന്നു. നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു, ഗംഭീരമായി കേട്ടോ, സൂപ്പറായി. തോമസിന്റെ ഗുണം ഞാൻ കണ്ടത് നമ്മൾ പറഞ്ഞു വരുമ്പോൾ എന്തെങ്കിലും സ്ലിപ്പായാലും അത് സ്ലിപ്പായി എന്ന് മറ്റുള്ളവർക്ക് പിടി കൊടുക്കാതെ ഒരു രക്ഷപ്പെടൽ ഭയങ്കര രസമായിട്ട് തോമസ് ചെയ്തു എന്നുള്ളതാണ്. അത് സ്ലിപ്പാകുന്ന ടൈമിൽ എനിക്ക് വിഷയമല്ല എന്ന രീതിയിൽ ടെൻഷനില്ലാതെ പറഞ്ഞു തീർത്തു എന്നുള്ളതാണ്. കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളത് കാണുമ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം കാണുമ്പോൾ ഇപ്പോൾ ഈ 1 മില്യനൊക്കെ പടപടയെന്ന് അടിക്കുന്നുണ്ട് ആൾക്കാർ, അത്രമാത്രം കണ്ട് രസിക്കുന്ന റീൽസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നോക്കുമ്പം നമ്മുടെ ഇവിടെ ഈ ആർട്ടിസ്റ്റിൻ്റെ പേരിനിരിക്കും, ഒരു ലേഡി ആർട്ടിസ്റ്റാണ് ഇവിടെ പെർഫോം ചെയ്തപ്പം നമ്മുടെ ഈ ബാത്റൂമിൽ പോകുന്നൊരു കഥ പറയുക. അതായത് പണ്ട് വെളിക്കിറങ്ങാൻ വെളി സ്ഥലത്താണ് പോയിരുന്നത്. പാലക്കാട് വന്നൊരു ജിഷ പൊളിച്ചെടുക്കുമായിരുന്നു. ആ കഥ പറഞ്ഞപ്പോൾ അതിനുശേഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഫ്ലാറ്റിലേക്ക് പോയി. അപ്പൊ അവിടെ ചെന്നപ്പോൾ 2-3 ദിവസം മണി പ്ലാന്റ് ഒക്കെ വെച്ച് കൊടുത്തു. ബാത്റൂമിൽ മണി പ്ലാന്റ് വെക്കുന്ന ഒരു കഥ നമുക്ക് എത്രമാത്രം രസിക്കാവോ അത്ര പെർഫെക്റ്റ് ആയിട്ട് ആ കുട്ടി ജിഷ പറഞ്ഞു തീർത്തു എന്നുള്ളതാണ് അല്ലേ. അത് അതിന്റെ രസമുണ്ട്. കാര്യം അത് ആരായാലും കണ്ടു, നമുക്ക് കാണുന്നിടത്തെല്ലാം ആ റീൽസ് കണ്ടാൽ ഭയങ്കര സന്തോഷം വരും എന്ന് പറഞ്ഞ പോലെ ഇതിനകത്തും പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു 1-2 കൗണ്ടറുകളൊക്കെ അവിടെ ഇവിടെ പറയണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുള്ള സമയം കിട്ടിയില്ല എന്ന് തോന്നുന്നല്ലേ. എല്ലാം നല്ല സ്പീഡിൽ പോകുന്നുണ്ട് അല്ലേ. എനിവേ എന്തായാലും അടിപൊളിയായിരുന്നു, ഗംഭീരമായിട്ട് പോട്ടെ. നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു നല്ല ആർട്ടിസ്റ്റ് ആകാനുള്ള എല്ലാ ലക്ഷണവും നിങ്ങളിലുണ്ട്. നിങ്ങൾ സ്റ്റേജ് കൈയടക്കേണ്ട ഒരാളാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള അപ്പോഴും വിശ്വാസം വന്നില്ല തോമസ്, എന്തോ ഒരു വിശ്വാസക്കുറവ്. അതൊക്കെ ഇത് തന്നെ തോമസിന്റെ വിഷയം. നമ്മൾ ഇത് പറയുമ്പോഴും തോമസ് വേണേ നിങ്ങളെ ജഡ്ജ് ചെയ്യും. എന്റെ ജോലി കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി ചെയ്യും. ആ അത്രേ ഉള്ളൂ. ശരിക്കും എഞ്ചിനീയർ ആണോ? അതെ വിശ്വസിച്ചു. അതെ അതെ ഇഷ്ടപ്പെടുന്നില്ല. ചേട്ടാ ചോദിക്കേ, ചെറിയൊരു പേടിയും ഒക്കെ. എന്ത് പറ്റി? എന്താ രാഹുൽ, എന്നാ വിഷയം? ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്കിടയ്ക്ക് കോമഡി കേൾക്കണമെന്ന്. അല്ല, ഞങ്ങള് ജഡ്ജ്മെന്റ് ആയിരുന്നു, അതിൽ കോമഡി ഇല്ല. കോമഡി പുള്ളി ചെയ്തതാണ്. ആണോ? അത് കഴിഞ്ഞ് ജഡ്ജ് ചെയ്യുന്നതിനകത്ത് അങ്ങനെ കോമഡി വെച്ച് പുറത്തേക്ക് പോണ വഴിയേതാ? പുറത്തേക്ക് പോണ വഴിയേതാ? 2-3 വഴിയുണ്ട്. ഏത് വഴിയാ പറഞ്ഞിട്ടുണ്ട്? അല്ല, എങ്ങനെയെങ്കിലും ഇതിലും ഭേദം ജയിലിൽ പോയി കിടക്കുന്നതാണ്.